Hello my dear students, welcome to our next video session on your fifth module, that is Emerging Concepts in Management. In today's video, we are going to discuss about two new concepts in the area of management, that is TQM and TPM, that is Total Quality Management and Total Productive Maintenance. First, let us look into the concept Total Quality Management. So, Total Quality Management, it is a concept that always give focus or priority to the satisfaction of the customer by enhancing the quality of the service. അതായത് നമ്മൾ എന്താണ് കസ്റ്റമറിന് കൊടുക്കുന്നത്, വെദർ ഇറ്റ് ഈസ് എ സർവീസ് ഓർ എ പ്രോഡക്റ്റ്, അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ focus nu varnittundenkil. So there are so many principles for total quality management which give focus on customers, which give focus on quality, focus on continuous improvement, involvement of all personnels. These all are the major principles of TQM. We'll discuss in detail about the principles of TQM in later in this video. സോ ഇത്രയും മനസ്സിലാക്കി വെക്കുക. TQM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമറിനെ എപ്പോഴും ഫോക്കസ് കൊടുത്തുകൊണ്ട്, അതായത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു മാനേജ്മെൻറ്റ് കോൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ന്യൂ മാനേജ്മെൻറ്റ് കോൺസെപ്റ്റാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ മാനുഫാക്ചറിങ് ആൻഡ് സർവീസസിൽ ഇവർ എപ്പോഴും TQM എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എപ്പോഴും ക്വാളിറ്റിയും പ്രൊഡക്ടിവിറ്റിയും എൻഹാൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൂട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു മാനേജ്മെൻറ്റ് കോൺസെപ്റ്റാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. സോ എപ്പോഴും ഓർഗനൈസേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തിനു വേണ്ടി, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം? ക്വാളിറ്റി ആസ്പെക്റ്റിൽ നമ്മുടെ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ആക്കുന്ന രീതിയിൽ എപ്പോഴും ഓർഗനൈസേഷൻ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഏത്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. സോ ലെറ്റ് us ലേൺ ആ ഡെഫിനിഷൻ ഫോർ TQM. TQMൻ്റെ ഒരു ക്ലാസിക് ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ഡിഫൈൻസ് TQM as, ശ്രദ്ധിക്കുക കേട്ടോ, management TQM as a management approach of an organization centered on quality based on participation of all its members and aiming at long-term success through customer satisfaction and benefits to all members of the organization and society. നമുക്ക് കട്ട് ഡൗൺ ചെയ്ത് ഈ ഡെഫിനിഷൻ നോക്കാം. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TQM is a management approach of an organization. TQM എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ഒരു മാനേജ്മെൻറ്റ് അപ്രോച്ചാണ്, വിച്ച് ഇസ് സെൻറ്റേർഡ് ഓൺ ക്വാളിറ്റി. ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മാനേജ്മെൻറ്റ് കോൺസെപ്റ്റാണ്. അതെന്തിൻ്റെ ബേസിസിലാണ്? ബേസ്ഡ് ഓൺ പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ ഇറ്റ്സ് മെമ്പേഴ്സ്. ഒരു ഓർഗനൈസേഷനിലെ എല്ലാ മെമ്പേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അവരെന്തിനാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് എയിം ചെയ്തിട്ടാണ്? ഓർഗനൈസേഷൻ്റെ ലോങ് ടേം സക്സസ് എയിം ചെയ്തിട്ടാണ്. അതെങ്ങനെയാണ് ആ ലോങ് ടേം സക്സസ് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? ത്രൂ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട്. ഇത് ആർക്കൊക്കെയാണ് ബെനിഫിറ്റ് ഉള്ളത്? ഓർഗനൈസേഷൻ്റെ എല്ലാ മെമ്പേഴ്സിനും, അറ്റ് ദ സെയിം ടൈം സൊസൈറ്റിക്കും. ഇനി നമുക്ക് ഇതൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നും കൂടെ ഈ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ഡിഫൈൻസ് TQM as a management approach of an organization centered on quality based on participation of all its members and aiming at long-term success through customer satisfaction and benefits to all members of the organization and society. This is what we call as total quality management. So total quality management നമ്മൾ കേസ് ആൻഡ് ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ച പോലെ തന്നെ മാനേജ്മെൻറ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, വിച്ച് ഓൾവേസ് ഗിവ് പ്രയോറിറ്റി ടു ദ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ത്രൂ എൻഹാൻസിങ് ദ ക്വാളിറ്റി. ക്വാളിറ്റി എൻഹാൻസ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈ ആക്കി നിർത്തുക എന്നൊരു ഐഡിയോളജിയിൽ ഊന്നൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ഫോക്കസ് കൊടുക്കുന്ന ഒരു മോഡേൺ കോൺസെപ്റ്റ് ഇൻ മാനേജ്മെൻ്റ് ആണ് ഏത്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് TQM നോക്കാം. TQM മെയിനായിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ പ്രിൻസിപ്പിളായിട്ട് വെക്കുന്നതെന്ന് നോക്കാം. ഒന്ന്, കോൺസ്റ്റൻറ്റ് കോണ്ടാക്ട് വിത്ത് ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനാണ് എപ്പോഴും എന്തുള്ളത്? TQMൽ കസ്റ്റമേഴ്സിനാണ് എപ്പോഴും ഫോക്കസ് ഉള്ളത്.
സോ ഫീഡ്ബാക്ക് എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് വാങ്ങിക്കുക, കസ്റ്റമേഴ്സ് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് നോക്കുക. അങ്ങനെ കസ്റ്റമേഴ്സായിട്ട് എപ്പോഴും ഒരു ടച്ച് മെയിൻറ്റെയിൻ ചെയ്യുക, അവരായിട്ടൊരു നല്ല കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ഏത് പറയുന്നു, TQM പറയുന്നു. ദെൻ ഗിവ് എംഫസൈസ് ടു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ഏതൊരു ബിസിനസ്സും നിലകൊള്ളുന്നത്. നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടിട്ട് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്താലും ഇഫ് കസ്റ്റമർ ഡസൻ വാണ്ട് ദാറ്റ്, അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുക, വാട്ട് ദ കസ്റ്റമർ റിക്വയർസ് വാട്ട് ദ കസ്റ്റമർ ഡിമാൻഡ്സ്, അത് നോക്കിയിട്ട് നമ്മുടെ എൻറ്റയർ ആക്ടിവിറ്റിയും എന്തിനോട് കമ്മിറ്റഡ് ആയിരിക്കണം, കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ആക്കണം എന്ന ഒരു പോയിന്റിനോട് കമ്മിറ്റഡ് ആയിരിക്കണം. ദെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിനിങ് ഓൺ ജോബ്. എപ്പോഴും എംപ്ലോയീസിന് മാനേജ്മെൻറ്റിനും ഒക്കെ പ്രോപ്പറായിട്ട് ഗൈഡൻസും ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കണം, അവരുടെ എന്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ലീഡർഷിപ്പ്, എപ്പോഴും ഒരു ലീഡർ ഉണ്ടാവണം. ആ ലീഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി ഷുഡ് ബി എ കോച്ച്. സോ നല്ല ലീഡേഴ്സിന് എപ്പോഴും ഉണ്ടെങ്കിലാണ് അവർക്ക് ഒരു സിസ്റ്റത്തിനെ മാറ്റാനും അതിനെ ഇമ്പ്രൂവ് ചെയ്യാനും കൃത്യമായിട്ടൊരു വിഷൻ ഉണ്ടാവാനും അതിനനുസരിച്ച് ഡിസിഷൻസ് എടുക്കാനും ഒരു നല്ല ലീഡർക്കേ പറ്റുള്ളൂ എന്ന് TQMൻ്റെ ഒരു പ്രിൻസിപ്പിൾ പറയുന്നു. ദെൻ ഡ്രൈവ് ഔട്ട് ദ ഫിയർ, അതായത് പേടി മാറ്റിക്കളയണം. നമ്മുടെ എംപ്ലോയീസൊക്കെ പുതിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും, പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചീത്ത കേൾക്കുമോ, അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അബദ്ധമായി പോവോ. സോ ഓൾവേസ് ദേ വിൽ ഹാവ് that kind of fear in their mind. So TQM says that that fear should be driven out. ആ ഫിയർ നമ്മൾ ഇല്ലാണ്ടാക്കി കളയണം. Then TQM, another principle of TQM says to break the barriers between the departments. In many organizations we can see that each department will work as separate organization or each department will work in isolation. അവർ വേറെ ഓർഗനൈസേഷൻസ് ആയിട്ട്, അപ്പം management department may not have any cooperation or touch with the finance department may not have any knowledge about the marketing department. TQM says that is not an encourageable practice. അതൊരു encourageable practice അല്ല എന്നാണ് TQM പറയുന്നത്. TQM പറയുന്നത് all the departments should work together. They should work as a team. അവരൊരു ടീമായിട്ട് വർക്ക് ചെയ്യണം. There should not be any internal competition between these departments. ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഇടയിൽ കോമ്പറ്റീഷൻ പാടില്ല. ഇവരെല്ലാവരും ഒരു സിംഗിൾ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് വർക്ക് ചെയ്യണം. സോ ദർ ഷുഡ് നോട്ട് ബി എനി ബാരിയേഴ്സ് ബിറ്റ്വീൻ ദ ഡിപ്പാർട്ട്മെൻറ്റ്സ്. സോ അതൊരു TQMൻ്റെ പ്രിൻസിപ്പിളാണ്. Then TQM advises to avoid the numerical targets. അതായത് 50 യൂണിറ്റ് നിങ്ങൾ സെൽ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ ടാർഗറ്റ് ക്ലോസ് ചെയ്യേണ്ടത്, ഇങ്ങനെ നമ്പേഴ്സ് എംപ്ലോയീസിന് കൊടുക്കാതിരിക്കുക. ബിക്കോസ് ഇഫ് ദർ ഇസ് എനി ന്യൂമറിക്കൽ ടാർഗറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ എംപ്ലോയീസ് ദേ ഓൾവേസ് ഫോക്കസ് ഓൺ അച്ചീവിങ് ദാറ്റ്. ഏത് വിധേനയും അത് അച്ചീവ് ചെയ്യാനേ അവർ നോക്കുള്ളൂ. അല്ലാതെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം, കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം, അതൊന്നും അവരുടെ കൺസേൺ ആയിട്ട് വരില്ല. സോ TQM advises the organization better to avoid this numerical targets. Then TQMൻ്റെ വേറൊരു പ്രിൻസിപ്പിളാണ് റിമൂവ് ദ ബാരിയർ ദാറ്റ് റോബ് ദ വർക്കേഴ്സ് ഓഫ് ദ റൈറ്റ് ടു ബി പ്രൗഡ് ഓഫ് വർക്ക്മാൻഷിപ്പ്. അതായത് അവരുടെ ജോലിയിൽ അവർക്ക് പ്രൗഡ് ഫീൽ ചെയ്യുന്നതിൽ നിന്ന് തടസ്സം നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്താം. അതായത് എംപ്ലോയീസിനെ എംപവർ ആക്കുക, അവരെ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. അല്ലാതെ വെറും ഒരു കൂലിക്കാരാണ് എന്നൊരു ഫീൽ അവരിൽ ഉണ്ടാക്കാതെ അവർക്ക് ദേ ഷുഡ് ബി പ്രൗഡ് അബൌട്ട് ബീങ് എ പാർട്ട് ഓഫ് ദിസ് ഓർഗനൈസേഷൻ. ആ ഒരു പ്രൗഡ് ഫീലിംഗ് അവരുടെ ഉള്ളിൽ കൊണ്ടുവരിക. ദെൻ സ്കോപ്പ് ഓഫ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. എംപ്ലോയീസിന് എപ്പോഴും അവരുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസും നോളേജും ഒക്കെ കൂട്ടാനായിട്ടുള്ള സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനുള്ളൊരു സ്കോപ്പ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യാം. ദെൻ ലാസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് TQM ഇസ് ബെഞ്ച് മാർക്കിംഗ്. അതായത് നമ്മളൊരു ക്വാളിറ്റിക്ക് ഒരു ബെഞ്ച് മാർക്ക് വയ്ക്കുക. ബെഞ്ച് മാർക്ക് വയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിക്കണമെങ്കിൽ എക്സാമിന് 50 മാർക്കുള്ള എക്സാമിന് 38 മാർക്ക് കിട്ടിയാലേ ജയിക്കുള്ളൂ എങ്കിൽ ആ 38 മാർക്കാണ് നിങ്ങളുടെ ബെഞ്ച് മാർക്ക് ഫോർ സക്സസ്. ഓക്കെ, അല്ലെങ്കിൽ പാസ്സാവാനായിട്ടുള്ളൊരു ബെഞ്ച് മാർക്ക്, ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 38 മാർക്കാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് ഈ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിൻ്റെ ബെസ്റ്റ് ഐഡിയാസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റീൽ ചെയ്തിട്ട് നമ്മൾ അതിനൊരു ബെഞ്ച് മാർക്ക് ആക്കി വെക്കണം. എന്നിട്ട് അറ്റ്ലീസ്റ്റ് അതെങ്കിലും അച്ചീവ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് മുകളിൽ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. So these all are the basic principles of TQM. TQM എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു, ക്വാളിറ്റീനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ശ്രമിക്കണം എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് കോൺസെപ്റ്റാണ് TQM. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു. 10 പ്രിൻസിപ്പിൾസ് ഉണ്ട്. കോൺടാക്റ്റ് ആയിട്ട് കോൺസ്റ്റൻറ്റ് ടച്ച് വയ്ക്കുക കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക,
ദെൻ ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ലീഡർഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, പേടി ഒഴിവാക്കി കളയുക, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒരുമിച്ച് വർക്ക് ചെയ്യുക, ന്യൂമറിക്കൽ ടാർഗറ്റ്സ് അവോയ്ഡ് ചെയ്യുക, എംപ്ലോയീസിന് ഒരു പ്രൗഡ് ഫീലിംഗ് കൊണ്ടുവരിക, സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് ഒരു സ്കോപ്പ് കൊടുക്കുക, ബെഞ്ച് മാർക്കിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സോ ദീസ് ഓൾ ആർ ദ മേജർ പ്രിൻസിപ്പിൾസ് ഓഫ് TQM. ദെൻ TQM എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിൻ്റെ സ്റ്റെപ്പുകൾ ഒരു 14 പോയിൻറ്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. സെറ്റ് ഓഫ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ടു ഹെൽപ്പ് ദ കമ്പനീസ് ടു ഇൻക്രീസ് ദ ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. അതായത് എങ്ങനെയാണ് ഹൗ ടു ഇംപ്ലിമെൻറ്റ് TQM ഇൻ ഓർഗനൈസേഷൻ. ഇഫ് യു വാണ്ട് ടു ഇംപ്ലിമെൻറ്റ് TQM ഇൻ യുവർ ഓർഗനൈസേഷൻ, വാട്ട് ഓൾ ആർ ദ പോയിൻറ്റ്സ് ദാറ്റ് യു ഷുഡ് കൺസിഡർ. അതൊരു 14 പോയിൻറ്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന്, നമ്മൾക്ക് എപ്പോഴും നമ്മുടെ മെയിൻ പേർപ്പസ് ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റും സർവീസും അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം. അത് നമ്മുടെ ഒരു മെയിൻ പേർപ്പസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അത് കഴിഞ്ഞ് അതിന് വേണ്ടി എപ്പോഴും ഒരു ന്യൂ ഫിലോസഫി, പുതിയത് എന്തെങ്കിലും അഡോപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ റെഡി ആയിരിക്കാം. അതുപോലെ നമ്മൾ ക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഇൻസ്പെക്ഷൻ നടത്തണം. അങ്ങനെ ഒരു കോൺസെപ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാം. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ, നമ്മളെപ്പോഴും പരിശോധിക്കാം. അങ്ങനെ ഒരു പരിശോധന ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ക്വാളിറ്റി ഉണ്ടാവും എന്ന് എൻഷുർ ചെയ്യാം. അതാണ് പറയുന്നത് സീസ് ഡിപ്പെൻഡൻസ് ഓൺ ഇൻസ്പെക്ഷൻ ടു അച്ചീവ് ക്വാളിറ്റി. എപ്പോഴും പിന്നാലെ നടന്ന ഒരാൾ ഇൻസ്പെക്ട് ചെയ്താലാണ് ക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഇല്ലാണ്ടാക്കാം. അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് ഒരു സിംഗിൾ നമ്മൾ ഒരുപാട് സപ്ലയേഴ്സിൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നതിന് പകരം and the practice of avoiding business on price alone, instead minimizing total cost by working with a single സപ്ലയർ. ഒരു സിംഗിൾ സപ്ലയറിൻ്റെ അടുത്തുനിന്ന് നമ്മൾ അവരായിട്ട് വർക്ക് ചെയ്യാൻ നോക്കുക, ഒരുപാട് സപ്ലയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ. അതുപോലെ തന്നെ നമ്മുടെ പ്രോസസ്സ്, എല്ലാ പ്രോസസ്സിലും പ്ലാനിങ്, പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് അതായത് നമ്മളെപ്പോഴും നമ്മുടെ പ്ലാനിങ് പ്രോസസ്സ്, പ്രൊഡക്ഷൻ ആൻഡ് സർവീസ് ഇതിലെപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ലീഡർഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഫിയർ ഒഴിവാക്കുക, സ്റ്റാഫ് തമ്മിലുള്ള ബാരിയേഴ്സ്, അവർ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക അകലം കുറയ്ക്കുക. പിന്നെ നമ്മൾ ഈ ടാർഗറ്റ്, വർക്ക് ഫോഴ്സിന് ടാർഗറ്റ് കൊടുക്കുന്ന പരിപാടി ഒഴിവാക്കുക, ന്യൂമറിക്കൽ കോട്ട, ഇന്ന കോട്ട നിങ്ങൾ അച്ചീവ് ചെയ്യണം, അങ്ങനത്തെ പരിപാടി ഒഴിവാക്കുക. അതുപോലെ തന്നെ ആൾക്കാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ എംപ്ലോയീസിനൊരു പ്രൗഡ് ഫീലിംഗ് വരുത്തുക. അത് വരുത്തുന്നതിൽ നിന്ന് തടസ്സമായിട്ടുള്ള എല്ലാ ബാരിയേഴ്സിനെയും ഒഴിവാക്കുക. അതുപോലെ തന്നെ എംപ്ലോയീസിന് സെൽഫ് എഡ്യൂക്കേഷനും സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനും വേണ്ടിയിട്ടുള്ള വഴികൾ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ കമ്പനിയുടെ ട്രാൻസ്ഫോർമേഷന് എല്ലാവരെയും വർക്ക് ചെയ്യിപ്പിക്കുക. പുട്ട് എവ്രിബഡി ഇൻ ദ കമ്പനി ടു വർക്ക് ടു അക്കംപ്ലിഷ് ദ ട്രാൻസ്ഫോർമേഷൻ. ആരെയും മാറ്റി നിർത്താതെ കമ്പനിയുടെ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക. ഈ 14 പോയിന്റ്സ് ആണ് നമ്മൾ TQM ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് TQM ടൂൾസ് നോക്കാം. മെയിനായിട്ട് TQM ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ടൂൾസ്, ഒന്ന് ഫ്ലോ ചാർട്ട്. ഓരോ ആക്ടിവിറ്റീസും ഇങ്ങനെ കൃത്യമായിട്ട് ഫ്ലോ ചാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഫ്ലോ ചാർട്ടിൽ ഓരോ ആക്ടിവിറ്റീസും ഇങ്ങനെ എഴുതി വെക്കുക കറക്റ്റ് അതിൻ്റെ ഓർഡറിൽ. എന്നിട്ട് ഓരോ ഏരിയയിലും എന്ത് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റ് ആണ് വേണ്ടത്, എവിടെയാണ് പ്രശ്നമുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് ഫ്ലോ ചാർട്ട് ഉപയോഗിക്കും. ദെൻ ഫിഷ് ബോൺ ഇഷ്ക്വ ഡയഗ്രാം, ഫിഷ് ബോൺ ഓർ ഇഷ്ക്വ ഡയഗ്രാം അതൊരു മീനിൻ്റെ സ്ട്രക്ചറിലായിരിക്കും. അതിൽ നമുക്ക് ഓരോന്നിൻ്റെയും അതിലിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഓരോ കോഴ്സുകൾ, ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ കോഴ്സ് എന്താണ്, ഓരോ പ്രശ്നങ്ങളുടെയും കോഴ്സ് എന്താണ്, അത് ഐഡൻറ്റിഫൈ ചെയ്യാനും സോർട്ട് ചെയ്യാനും ഈ പ്രോബ്ലത്തിൻ്റെയൊക്കെ കോഴ്സുകൾ ഡിസ്പ്ലേ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഡയഗ്രാമാണ് ഫിഷ് ബോൺ ഡയഗ്രാം. പിന്നെ റൺ ചാർട്ട് ഡയഗ്രാം ഉണ്ട്, അതായത് ഡാറ്റേനെ ഇങ്ങനെ പ്ലോട്ട് ചെയ്യുക, അതായത് ടൈം ലൈൻ അനുസരിച്ച് പ്ലോട്ട് ചെയ്യുന്നത്. പിന്നെ പാരറ്റോ ചാർട്ട്സ് ഉണ്ട്. പാരറ്റോ ചാർട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് ഇങ്ങനെയാണ്, 20% ഓഫ് അതായത് ലോകത്തിലെ മൊത്തം 20% പോപ്പുലേഷൻ്റെ കയ്യിലാണ് 80% വെൽത്ത് ഉള്ളത്. അതുപോലെ തന്നെ 80% ഓഫ് പ്രോബ്ലത്തിൻ്റെയും കോസ് ഒരു 20% ഈ രണ്ട് ഐഡിയയിൽ ഉള്ള ഒരു ടൂളാണ് പാരറ്റോ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ മെയിനായിട്ട് ബിസിനസ്സിന് ലാഭം ഉണ്ടാക്കണമെങ്കിൽ 20% ഓഫ് പോപ്പുലേഷന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അതുപോലെ തന്നെ 80% പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ 20% കോഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അതാണ് ഈ പാരറ്റോ ചാർട്ടിലെ 80-20 റൂൾ എന്ന് പറയുന്നത്. സോ പാരറ്റോ ചാർട്ടും ഒരു ബാർ ചാർട്ട് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഡിസെൻഡിങ് ഓർഡറിൽ. സോ ആ പാരറ്റോ ചാർട്ടും ഇതിന് യൂസ് ചെയ്യുന്ന ഒരു
ടൂള് തന്നെയാണ്. ദെൻ ഹിസ്റ്റോഗ്രാം നിങ്ങൾക്ക് അറിയാലോ, ഡാറ്റ സിമ്പിൾ കാറ്റഗറീസിൻ്റെ ബേസിൽ അറേഞ്ച് ചെയ്യുന്നത്. ചെക്ക് ലിസ്റ്റ് ഓർ ചെക്ക് ഷീറ്റുകൾ, ഓരോ ഇൻസിഡൻസും കാര്യങ്ങളും, അത് എപ്പോഴൊക്കെയാണ്, എത്ര പ്രാവശ്യം നടക്കുന്നു, അതിൻ്റെ ഫ്രീക്വൻസി, അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കാൻ ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിക്കും. പിന്നെ കൺട്രോൾ ഓർ ഷെഷ്വാർട്ട് ചാർട്ടുകൾ. ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി വേരിയേഷൻസ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഓരോന്നിലും വരുന്ന ക്വാളിറ്റി വേരിയേഷൻസ് നോട്ട് ചെയ്ത് വെക്കാനാണ് കൺട്രോൾ ചാർട്ടുകളുള്ളത്. ദെൻ സ്കാറ്റേർഡ് ഡയഗ്രാം, നിങ്ങൾക്കറിയാം, ഒരു വലിയ പ്ലോട്ടിൽ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ഡാറ്റ, ഇങ്ങനെ രണ്ട് വേരിയബിൾസ് അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനായിട്ട് ഡാറ്റ സ്കാറ്റേർഡ് ആയിട്ട് എന്താ പറയുക, നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എക്യുപ്മെൻ്റ് ആണ് സ്കാറ്റേർഡ് ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ TQM ടൂൾസിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്സിനുള്ള ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഓരോന്നും 2 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഈ ടൂൾസ് നമ്മൾ പഠിച്ചു. അതായത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിന് ഉള്ള മെയിൻ ആയിട്ടുള്ള ടൂൾസ്: ഫ്ലോ ചാർട്ട്, ഫിഷ് ബോൺ ഡയഗ്രാം, റൺ ചാർട്ട്, പാരറ്റോ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, ചെക്ക് ലിസ്റ്റ്, കൺട്രോൾ ചാർട്ട്, സ്കാറ്റേർഡ് ഡയഗ്രാം. ദീസ് ഓൾ ആർ ദ ഇമ്പോർട്ടൻറ്റ് ടൂൾസ് യൂസ്ഡ് ഇൻ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഇനി എന്താണ് ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ബെനിഫിറ്റ്സിന് TQM ഇംപ്ലിമെൻറ്റ് ചെയ്താൽ കിട്ടാവുന്ന ബെനിഫിറ്റ്സിനെ വി ക്യാൻ ക്ലാസിഫൈ ഇൻ ടു 2. ദാറ്റ് ഇസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഓറിയൻറ്റഡ് ബെനിഫിറ്റ്സ് ആൻഡ് ഇക്കണോമിക് ഇംപ്രൂവ്മെൻറ്റ് ഓറിയൻറ്റഡ് ബെനിഫിറ്റ്. അതായത് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബെനിഫിറ്റും, അതുപോലെ ഇക്കണോമിക്കലി നമ്മൾ ഇംപ്രൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റും. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഓറിയൻറ്റഡ് ബെനിഫിറ്റ്സ് ആർ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ ഇമ്പ്രൂവ് ചെയ്യുന്നു, പ്രൊഡക്ഷൻ ഫ്ലോയിൽ തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നു, പിന്നെ എംപ്ലോയിയുടെ മൊറയിലും ക്വാളിറ്റി കോൺഷ്യസ്നെസ്സും കൂട്ടുന്നു, പിന്നെ പ്രോഡക്റ്റ് സർവീസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നു, മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് കുറച്ചും കൂടെ ആക്സെപ്റ്റൻസ് കിട്ടുന്നു. ദീസ് ഓൾ അത്. അപ്പോൾ നമ്മൾ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന ഒരു ഫോക്കസ് കൊടുക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ്. പിന്നെ ഇക്കണോമിക് ഇംപ്രൂവ്മെൻറ്റ് വേണം എന്ന് നമ്മൾ എന്താ പറയുക വാശി പിടിക്കുമ്പോൾ TQMൽ അത് വഴി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, ഓപ്പറേറ്റിംഗ് ലോസുകൾ കുറയ്ക്കാൻ പറ്റും, നമുക്ക് സർവീസ് കോസ്റ്റുകൾ കുറയ്ക്കാൻ പറ്റും, പിന്നെ ലയബിലിറ്റി അതായത് ബാധ്യതകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ ദീസ് ഓൾ ആർ ദ മേജർ ബെനിഫിറ്റ്സ് ഓഫ് TQMൻ്റെ ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ്. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് TQM ഇത്രയ്ക്ക് സംഭവമൊക്കെ തന്നെയാണെങ്കിലും, ഇത്രയ്ക്ക് നല്ലൊരു കോൺസെപ്റ്റൊക്കെ തന്നെയാണെങ്കിലും നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ കുറേ ബാരിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന്, മാനേജ്മെൻറ്റിന് വലിയ കമ്മിറ്റ്മെൻറ്റ്. നമ്മൾ ഈ TQM ഒക്കെ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റിന് അത്ര താല്പര്യം ഇല്ലാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ കൾച്ചർ TQM ഇംപ്ലിമെൻറ്റ് ചെയ്യിക്കുന്ന രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് എംപ്ലോയീസിന് ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും ഒന്നും കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ഓരോ ഓർഗനൈസേഷനിലെ ഓരോ ഇൻഡിവിജ്വൽസും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, കളക്റ്റീവായിട്ട് വർക്ക് ചെയ്യാതെ ഐസൊലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ഈ എന്താ പറയുക, ഓരോ ക്വാളിറ്റി മെഷർ ചെയ്യാനായിട്ടുള്ള ടെക്നിക്സ് നമുക്ക് ഇല്ലാതിരിക്കുക. അതുപോലെ ഡാറ്റയിൽ ആക്സസ് ഇല്ല, റിസൾട്ട്സ് എന്താണെന്ന് അറിയില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ കസ്റ്റമേഴ്സ്, അതായത് ഇന്റേണൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിനെയാണ് ഇന്റേണൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഓർഗനൈസേഷൻ്റെ പ്രോഡക്ട്സ് മേടിക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ അവർക്ക് കൃത്യമായിട്ട് ഇന്റേണൽ കസ്റ്റമേഴ്സിനും ഇന്റേണൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ്. അപ്പോൾ എംപ്ലോയീസിനും നമ്മുടെ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനും ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള അറ്റൻഷൻ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ എംപ്ലോയീസിനെ എംപവർ ചെയ്യാതിരിക്കുക, ടീം വർക്ക് ഇല്ലാതിരിക്കുക, പിന്നെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റിൽ ഫെയിലാവുക. ഇതൊക്കെയാണ് മെയിനായിട്ട് TQMൻ്റെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ബാരിയേഴ്സ് ടു ഇംപ്ലിമെൻറ്റ് TQM. ഇനി നമുക്കൊരു കാര്യം കൂടിയാണ് TQMൽ പഠിക്കാനുള്ളത്, ദാറ്റ് ഇസ് TQM കോൺസെപ്റ്റ്. TQM ബേസ് നമ്മൾ ഇത്രയും പറഞ്ഞതൊക്കെ തന്നെയാണ്. TQMൻ്റെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 6 എണ്ണമാണ്. അതിലൊന്നാണ് കസ്റ്റമർ ഓറിയൻറ്റേഷൻ ഓർ ഫോക്കസ് ഓൺ കസ്റ്റമർ, ദെൻ നെവർ എൻഡിങ് ഇംപ്രൂവ്മെൻറ്റ്, എംപ്ലോയി എംപവർമെൻറ്റ്, ടീം അപ്രോച്ച്, employee involvement and management involvement. These 6 are the important basic concepts of TQM. ഓരോന്നും നമുക്ക് നോക്കാം. TQM പറയുന്ന കസ്റ്റമറിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യണം, കസ്റ്റമറിന് ഹാപ്പി ആകുന്ന രീതിയിൽ അല്ലെങ്കിൽ കസ്റ്റമറിന് ഡിലൈറ്റ്ഫുൾ ആകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ആ ഒരു രീതിയിൽ കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്വാളിറ്റി ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ വാട്ട് എവർ എഫേർട്ട് വിച്ച് വി പുട്ട് ഇൻ പ്രൊഡ്യൂസിങ് എ പെർട്ടിക്കുലർ ഗുഡ് ഓർ സർവീസ്, ഇഫ് ദ കസ്റ്റമർ ഡസൻറ്റ് വാണ്ട് ദാറ്റ്, then there is no value for that.
കസ്റ്റമറിന് ആവശ്യമില്ലെങ്കിൽ പിന്നെ അതിനൊരു വാല്യൂ ഇല്ല, അത് എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും. അപ്പോൾ ഓൾവേസ് ഗീവ് ഫോക്കസ് ടു കസ്റ്റമർ, ഓൾവേസ് ഗീവ് അറ്റൻഷൻ ടു മേക്കിംഗ് ദ കസ്റ്റമർ സാറ്റിസ്ഫൈഡ്. കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഫോക്കസ് കൊടുക്കുക, അതാണ് ഒരു കോൺസെപ്റ്റ്. ദെൻ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്, കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ആക്കുന്ന രീതിയിൽ എപ്പോഴും നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുക. ആ ട്രഡീഷണൽ സിസ്റ്റമൊക്കെ മാറ്റിയിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ കേസനിൽ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ചേഞ്ചുകൾ കൊണ്ടുവരിക, എപ്പോഴും പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരിക നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. പിന്നെ വരുന്ന ഒരു കോൺസെപ്റ്റാണ് എംപ്ലോയി എംപവർമെൻറ്റ്. അതായത് എംപ്ലോയീസിന് അവർക്കുള്ള പേടി മാറ്റി എപ്പോഴും അവരെ കുറച്ചും കൂടെ എംപവർ ആക്കുക, അവരുടെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അവരെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കുക, അവരുടെ പേടി മാറ്റുക. ഇതൊക്കെയാണ് എംപ്ലോയി എംപവർമെൻറ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്. എംപ്ലോയീസിനെ ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ് എന്നാണ് പറയുന്നത്. ദെൻ ടീം അപ്രോച്ച്, അവർ ടീമായിട്ട് വർക്ക് ചെയ്യുക, അല്ലാതെ ഓരോ എംപ്ലോയീസും ഓരോ രീതിക്ക് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ രീതിക്ക് വർക്ക് ചെയ്യുക, അങ്ങനെ പാടില്ല. എല്ലാവരും കളക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ച് കളക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക. ദെൻ ക്വാളിറ്റി സർക്കിൾ ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, ഒരേ ജോലി ചെയ്യുന്ന ആൾക്കാർ റെഗുലർ ഇൻ്റർവെൽസിൽ, അത് എല്ലാ ആഴ്ചയായിരിക്കാം, ഒരു മാസത്തിലൊരിക്കലായിരിക്കാം, അങ്ങനെ ഒരു 8-10 ആൾക്കാർ ഒരേ ജോലി ചെയ്യുന്ന 8-10 ആൾക്കാർ ഒരുമിച്ച് കൂടുക. എന്നിട്ട് അവർ ഡിസ്കസ് ചെയ്യുക അവർ ചെയ്യുന്ന ജോലി, ആ ജോലിയിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ സൊല്യൂഷൻ, ഇതൊക്കെ ഒരു ചാറ്റിംഗ് സെഷൻ പോലെ അവർ കൂടിയിരുന്നൊന്ന് ചാറ്റ് ചെയ്യുക. അതാണ് ക്വാളിറ്റി സർക്കിൾ. അപ്പോൾ ക്വാളിറ്റി സർക്കിൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റും TQMൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ദെൻ എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്, എംപ്ലോയീസിന് മാക്സിമം ഇൻവോൾവ്മെൻറ്റ് കൊടുക്കുക, ഓരോ പ്രോസസ്സിലും അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് വേണ്ട അതോറിറ്റി കൊടുക്കുക, റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എംപ്ലോയീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉറപ്പുവരുത്താം. ദെൻ നെക്സ്റ്റ് വൺ ഇസ് മാനേജ്മെൻറ്റ് ഇൻവോൾവ്മെൻറ്റ്. അതായത് മാനേജ്മെൻറ്റും ഓരോ കാര്യത്തിലും ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യുക, അതിലെന്തൊക്കെയാണ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിൽ പ്രശ്നമുണ്ടോ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം, അങ്ങനെ ഓരോ സ്റ്റേജിലും മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുക, ഇൻവോൾവ് ചെയ്യുക. ദീസ് ഓൾ ആർ ദ ഇമ്പോർട്ടൻറ്റ് 6 കോൺസെപ്റ്റ്സ് ഓഫ് TQM. ഏതൊക്കെയായിരുന്നു? കസ്റ്റമർ ഓറിയൻറ്റേഷൻ, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്, എംപ്ലോയി എംപവർമെൻറ്റ്, ടീം അപ്രോച്ച്, എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്, മാനേജ്മെൻറ്റ് ഇൻവോൾവ്മെൻറ്റ്. So that's all about total quality management. Total quality management is a very vast subject. പക്ഷെ നിങ്ങൾക്ക് ഇത്രയും പഠിക്കാനേ ഉള്ളൂ. ഓക്കെ, so next we move on to the next concept, that is total productive maintenance, TPM. TPM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മാനേജ്മെൻറ്റ് സിസ്റ്റം ഫോർ ഒപ്റ്റിമൈസിങ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് മാനുഫാക്ചറിങ് എക്യുപ്മെൻറ്റ്സ്. അതായത് മാനുഫാക്ചറിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് അതിന് മാക്സിമം പ്രൊഡക്ടിവിറ്റിയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും സിസ്റ്റമാറ്റിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാ ലെവലിലുള്ള എംപ്ലോയീസിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യുക, അതായത് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നല്ല രീതിയിൽ. അങ്ങനെ പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഏത്? ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ. ഡെഫിനിഷൻ ഒന്നും കൂടി നോക്കൂ. Total productive maintenance is a management system for optimizing the productivity of manufacturing equipments through systematic equipment maintenance involving employees at all level. അതായത് എല്ലാ ലെവലിലുള്ള എംപ്ലോയീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉറപ്പുവരുത്തിക്കൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു രീതി അവലംബിച്ചുകൊണ്ട് എക്യുപ്മെൻറ്റ്സിനെ നമ്മൾ പ്രൊഡക്ഷന് മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്യണം. അങ്ങനെ പറയുന്ന കോൺസെപ്റ്റാണ് ഏത്? TPM എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ നമ്മളൊരു മെഷീനറി യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിക്കാം, ആ മെഷീനറി നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. എന്താ പറയുക, നന്നായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കമ്പനിക്ക് നഷ്ടം ഉണ്ടാക്കുന്ന രീതിയിൽ ഉപയോഗിക്കാം, പല രീതിയിൽ ഉപയോഗിക്കാം. TPM പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആ മെഷീൻ ഉപയോഗിക്കുന്ന എല്ലാ എംപ്ലോയീസിൻ്റെയും ഇൻവോൾവ്മെൻറ്റ് ഉറപ്പുവരുത്തിക്കൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ആ മെഷീനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആ മെഷീൻ്റെ പ്രൊഡക്ടിവിറ്റി എൻഷുർ ചെയ്യുക, പ്രൊഡക്ടിവിറ്റി മാക്സിമം ആക്കുക എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഏത്? TPM, ടോട്ടൽ പ്രൊഡക്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യുക, എന്തൊരു കാര്യത്തിൽ നിന്നും മാക്സിമം എഫിഷ്യൻസി. നമ്മളൊരു സാധനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാക്സിമം നമ്മൾ എടുക്കുക, മാക്സിമം എഫിഷ്യൻസി നല്ല രീതിയിൽ ഉറപ്പുവരുത്തുക. അതുപോലെ 0 ഡിഫക്റ്റ്, 0 ബ്രേക്ക് ഡൗൺ, 0 ആക്സിഡൻറ്റ്. നമ്മൾ മെഷീൻസും കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്സിഡൻറ്റ്സ് ഉണ്ടാവില്ല, ഡിഫക്ട്സ് ഉണ്ടാവില്ല, ബ്രേക്ക് ഡൗൺ ഉണ്ടാവില്ല. അതുവഴി നമുക്ക് ലോസ് ഇല്ലാണ്ടാക്കാം.
അതുപോലെ ടോപ്പ് ടു ബോട്ടം ഉള്ള എല്ലാ എംപ്ലോയീസിനും ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, 0 ലോസ്, ഒരു രീതിയിലും നഷ്ടം ഉണ്ടാക്കാതെ നോക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് TPMൻ്റെ ഒബ്ജക്റ്റീവ്സ്. 6 ലോസുകളാണ് TPM ഒഴിവാക്കാനായിട്ട് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നത്. അതായത് TPM എപ്പോഴും TPM ഓൾവേസ് ഗിവ് ഫോക്കസ് ടു എലിമിനേറ്റ് 6 ബിഗ് ലോസസ്. ഏതൊക്കെയാണ് ആ 6 ബിഗ് ലോസസ് നോക്കാം. ബ്രേക്ക് ഡൗൺ ഇല്ലാതാക്കാം. ആ ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ എക്സ്പെൻസ്, റിപ്പയർ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ബ്രേക്ക് ഡൗൺ ഇല്ലാതാക്കുക. അതുപോലെ തന്നെ എക്സസീവ് ഡിലേസ്, നമ്മളെപ്പോഴും മെഷീൻ അങ്ങനെ വർക്ക് ചെയ്യുക, അങ്ങനെ കുറേ ഡിലേ, കാലതാമസം ഒഴിവാക്കുക. പിന്നെ ഐഡിയലിംഗ് ആൻഡ് മൈനർ സ്റ്റോപ്പേജ്, പെട്ടെന്ന് മെഷീൻ നിന്ന് പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ സ്ലോ സ്പീഡ്, പയ്യെ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുവഴി നമ്മുടെ വർക്ക് പയ്യെ നടക്കുകയുള്ളൂ, അതുവഴി നമുക്ക് നഷ്ടം ഉണ്ടാവും. അപ്പോൾ ആ വേസ്റ്റേജ് ഒഴിവാക്കുക. പിന്നെ ഡിഫക്ട്സും റീവർക്കും, നമ്മൾ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ അൺഹാപ്പി ആയി, പിന്നെ അതിൽ വീണ്ടും നമ്മൾ റീവർക്ക് ചെയ്യുക, അപ്പോൾ നമുക്ക് നഷ്ടം വരും. അപ്പോൾ ആ ലോസ് ഒഴിവാക്കുക. അതുപോലെ തന്നെ കുറേ നേരം നമ്മളൊരു കാര്യം തുടങ്ങണമെങ്കിൽ കുറേ നേരം ആലോചിച്ചിരിക്കുക, അപ്പോൾ ആ ഒരു ടൈം നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള 6 ബിഗ് ലോസുകൾ ഒഴിവാക്കാനാണ് എപ്പോഴും എന്ത് ശ്രമിക്കുന്നത്, TPM ശ്രമിക്കുന്നത്. പിന്നെ TPM മെയിനായിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് പ്രിവെൻഷൻ, പ്രിവെൻഷൻ, ദെൻ കറക്റ്റീവ് മെയിൻ്റനൻസ്, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആൻഡ് ബ്രേക്ക് ഡൗൺ മെയിൻ്റനൻസ്. മെയിനായിട്ട് ഈ 4 എക്യുപ്മെൻറ്റ്സ് ആണ് TPM യൂസ് ചെയ്യുന്നത്. TPMൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്യുപ്മെൻറ്റിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടും, ഡൗൺ ടൈം, എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യാണ്ടിരിക്കുന്ന ടൈം കുറയ്ക്കും, കപ്പാസിറ്റി കൂട്ടും, ദെൻ മെയിൻ്റനൻസ് കോസ്റ്റും പ്രൊഡക്ഷൻ കോസ്റ്റും കുറയ്ക്കും. പിന്നെ ഡിഫക്റ്റ് ഒക്കെ കുറഞ്ഞുകൊണ്ട് അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കും. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് കുറേ നന്നായിട്ട് റിട്ടേൺ കിട്ടി തുടങ്ങും. കസ്റ്റമറിൻ്റെ കംപ്ലയിൻസ് കുറയും, ആക്സിഡൻസ് കുറയും, പൊല്യൂഷൻ കുറയും. പിന്നെ നമുക്ക് ആ എക്യുപ്മെൻറ്റിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് നല്ലൊരു നോളേജ് കിട്ടും. അതുപോലെ എങ്ങനെയൊക്കെയാണ് ഒരു ക്രിട്ടിക്കൽ എക്യുപ്മെൻറ്റ്സ് മനസ്സിലാക്കാനും അതിൻ്റെ വേർത്ത്, അത് നമ്മുടെ ഓർഗനൈസേഷനിൽ എത്രത്തോളം വേർത്താണ് അത് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ടീം വർക്ക്, പ്രൊഡക്ഷനിലും മെയിൻ്റനൻസിലും ടീം വർക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. ദെൻ പ്രൊസീജിയേഴ്സൊക്കെ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാനും അതിന് വേണ്ട ട്രെയിനിങ് കൊടുക്കാനും ഹെൽപ്പ് ചെയ്യും. വർക്ക് ഫോഴ്സിൻ്റെ, എംപ്ലോയീസിൻ്റെ ജനറൽ ആയിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് കൂട്ടും. മെയിനായിട്ട് ഇതൊക്കെയാണ് TPMൻ്റെ ബെനിഫിറ്റ്സ്. സോ ഇൻ ടുഡേയ്സ് വീഡിയോ we studied 2 important concepts of management, that is TQM and TPM. ഇതാണ്. അപ്പോൾ നമ്മൾ 3 കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞു, KSN, TQM and TPM. നന്നായി വായിക്കുക. We'll discuss another concept in the next video. Thank you.